ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നീലേശ്വരത്ത് ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ നേതൃത്വത്തിലുള്ള കർമ്മസമിതി നടത്തിവന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു. ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇവരുടെ പിന്മാറ്റം. This news sponsored by Bobby Jamanur International Jewelers, traditionally trusted for 162 years. എലിവേറ്റഡ് ബ്രിഡ്ജ് നിർമ്മിക്കുവാൻ സാങ്കേതികമായി കഴിയില്ലെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചത്. അതേസമയം തന്നെ സമരസമിതി ഉന്നയിച്ച മറ്റാവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. പഴയ പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കും. കോട്ടപ്പുറത്തേക്ക് 15 മീറ്റർ വീതിയിൽ അടിപ്പാതയും കോട്ടപ്പുറം റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് എക്സിറ്റും രാജാ റോഡിലേക്ക് എൻട്രിയും അനുവദിക്കും. രാജാ റോഡിലേക്കുള്ള 7 മീറ്റർ വീതിയിലുള്ള അടിപ്പാത 15 മീറ്ററായും കോട്ടപ്പുറത്തേക്കുള്ള അടിപ്പാത 24 മീറ്ററായും വികസിപ്പിക്കുന്ന കാര്യവും പരിശോധിക്കും. ഇതിനായി എംപിയുടെ സാന്നിധ്യത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസർ കേണൽ AK ജാൻഭാസിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് സന്ദർശനം നടത്തും. കരുവാച്ചേരിയിൽ ഫുട് ഓവർ ബ്രിഡ്ജും പുതുതായി നിർമ്മിക്കുന്ന കച്ചേരിക്കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡിലേക്ക് എക്സിറ്റും എൻട്രിയും അനുവദിക്കും. ഈ ഉറപ്പുകളെല്ലാം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ആകാശപാതയ്ക്കുള്ള അനിശ്ചിതകാല സമരം അവസാനിപ്പിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള കർമ്മസമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തീരുമാനിച്ചത്. കോട്ടപ്പുറത്തേക്കുള്ള 15 മീറ്റർ അടിപ്പാതയാണ്. അത് നമുക്ക് ഉറപ്പായിട്ടും നൽകും എന്ന് അവിടെ വാഗ്ദാനം ലഭിച്ചു കഴിഞ്ഞു. മറ്റത് നമ്മൾ ഏറെ കാലമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന പഴയ പാലം പൊളിച്ചു മാറ്റി പുതിയ നിർമ്മിക്കണമെന്നുള്ള ആവശ്യവും പൂർണ്ണമായിട്ടും അംഗീകരിച്ചു. മൂന്നാമത്തത് അപ്പുറത്ത് കച്ചേരിക്കടവിന്റെ വിഷയം, കരുവാച്ചേരിയിലുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് വിഷയം, ഇതൊക്കെ പരിഹരിക്കാൻ ആ ചർച്ചയിൽ ധാരണ. അതോടൊപ്പം നമ്മൾ അപ്പുറത്ത് വെച്ചൊരു ഡിമാൻഡ്, നിലവിൽ രാജാ റോഡിന്റെ മുഖത്തിലുള്ള 7 മീറ്റർ വീതിയിലുള്ള അടിപ്പാത ഇതേപോലെ 15 മീറ്റർ ആക്കി ഉയർത്തണം എന്നും കോട്ടപ്പുറത്ത് ഇപ്പോൾ അനുവദിച്ച 15 മീറ്റർ അടിപ്പാത 24 മീറ്റർ ആക്കിയിട്ട് പോലീസ് സ്റ്റേഷൻ വീതി ഉയർത്തുന്ന ആവശ്യം ആ ചർച്ചയുടെ ഭാഗമായി നമ്മൾ അങ്ങോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരാഴ്ചക്കുള്ളിൽ റീജിയണൽ ഓഫീസർ ജാൻഭാസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ സാന്നിധ്യത്തിൽ ഇവിടെ സ്ഥലം സന്ദർശിക്കുവാനുള്ള തീരുമാനവും അന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ തീരുമാനങ്ങളെല്ലാം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി പത്രമാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു സമരം, അനിശ്ചിതകാല സമരം അവസാനിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥന അദ്ദേഹം മുന്നോട്ട് വെച്ചു. ആ അഭ്യർത്ഥന ഇന്നലെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നു. ആ അഭ്യർത്ഥന ഞങ്ങൾ മാനിച്ചുകൊണ്ട് അനിശ്ചിതകാല സമരം അവസാനിപ്പിക്കാൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സമരം അവസാനിപ്പിച്ചെങ്കിലും പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും സർവീസ് റോഡിന്റെ നിർമ്മാണം കാര്യക്ഷമമാക്കുന്നതിനും കമ്മിറ്റി തുടർന്നും പ്രവർത്തിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നതിനായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സമരസമിതി ചെയർമാൻ PP മുഹമ്മദ് റാഫി, കൺവീനർ E ഷജീർ, രക്ഷാധികാരികളായ P കരുണാകരൻ, മാമുനി വിജയൻ, നഗരസഭാ ഉപാധ്യക്ഷ PM സന്ധ്യ, സമരസമിതി ഭാരവാഹികളായ അഡ്വക്കേറ്റ് PK നസീർ, സാഗർ ചാത്തമത്ത്, P വിജയകുമാർ, കൈപ്പുറത്ത് കൃഷ്ണൻ നമ്പ്യാർ, MJ ജോയ്, VV കുഞ്ഞികൃഷ്ണൻ, K സതീശൻ, PU രാമകൃഷ്ണൻ, ഉദയൻ പാലായി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.